നമസ്കാരം. മീറ്റ് ദ എഡിറ്റേഴ്സിലേക്ക് സ്വാഗതം. മലയാള സിനിമ കണ്ടെത്തുന്ന പുതിയ ഭാവുകത്വ പരിസരങ്ങളുടെ അടയാളപ്പെടുത്തലാണ് രഞ്ജിത്ത് ശങ്കറിൻ്റെ രാമൻ്റെ ഏദൻ തോട്ടം. സംവിധായകൻ ശ്രീ രഞ്ജിത്ത് ശങ്കറാണ് ഇന്ന് അതിഥി. സ്വാഗതം. നമസ്കാരം. കുടുംബത്തിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുന്ന സ്ത്രീ എന്നുള്ളതാണ് മലയാള സിനിമയിലെ ആയാലും സാഹിത്യത്തെ ആയാലും ഒരു പൊതു നറേറ്റീവ് ഉള്ളത്. സർവം സഹ എന്നൊക്കെയാണല്ലോ സ്ത്രീകളെക്കുറിച്ച് പൊതുവെ പറയുന്നതും. അതിൽ നിന്ന് മാറി ഒരു കഥാപാത്ര സൃഷ്ടി എന്തുകൊണ്ട് താങ്കൾ തിരഞ്ഞെടുത്തു? ഞാനെപ്പോഴും ഒരു കഥ ആലോചിക്കുമ്പോൾ നമ്മളെ ചുറ്റുമുള്ള സ്ത്രീകളെയാണ് നോക്കാറുള്ളത്. ഇപ്പോൾ സിനിമയിലെ സ്ത്രീയും ബുക്കിലെ സ്ത്രീയും അല്ലെങ്കിൽ സിനിമയിലെ പുരുഷനും സിനിമയിൽ കാണിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ റിയാലിറ്റിയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റാണ് എന്ന് തോന്നിയിട്ടുണ്ട്. രാമൻ്റെ ഏദൻ തോട്ടത്തിൽ മാലിന്യം എടുക്കുന്ന നിലപാട് എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലുള്ള എനിക്ക് തോന്നുന്നു ഒരു വലിയ ശതമാനം സ്ത്രീകൾ എടുക്കുന്ന നിലപാട് തന്നെയാണ്. അപ്പോൾ ആ ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. സിനിമയിൽ ഒരുപക്ഷെ അത് വന്നിട്ടില്ലായിരിക്കും. സാധാരണ മുഖ്യധാര സിനിമ എപ്പോഴും ഒരു ഹാപ്പി എൻഡിങ് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവരും യോജിച്ചു പോവുക എന്നുള്ളതാണല്ലോ. അങ്ങനെയുള്ള ഒരു സമീപനം സ്വീകരിക്കാതെ വ്യക്തിനിഷ്ഠമായി ഒരു തീരുമാനമെടുക്കുക എന്ന നിലയ്ക്കാണ് ഇതിലെ നായിക അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ് അല്ലെങ്കിൽ ഒരുമിച്ച് ചേരൽ വേണ്ട എന്ന് എന്തുകൊണ്ട് തീരുമാനിച്ചു? അതാണ് എന്നെ അതിൽ എക്സൈറ്റ് ചെയ്തത്. ഞാനെപ്പോഴും ഒരു കഥ ആലോചിക്കുമ്പോൾ ഇതിലെന്താണ് നമുക്ക് പുതുതായിട്ട് പറയാനുള്ളത്, പുതിയ കാലത്തിൻ്റെ എന്തെങ്കിലും ഒരു പിക്ചർ നമുക്ക് ഇതിൽ കാണിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെയാണ് ആലോചിക്കാറുള്ളത്. അപ്പോൾ ഇതിൽ മാലിന്യം എടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് എഗെയിൻ ഇറ്റ്സ് എ ഹാപ്പി എൻഡിങ്. ഇപ്പോൾ ഹാപ്പി എൻഡിങ് എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആസ് ഇൻഡിവിജ്വൽസ് രണ്ടുപേർ ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ അവർ എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് ഒരുമിച്ച് ജീവിച്ചേക്കാം എന്ന് വിചാരിക്കുന്ന ഒരു ഹാപ്പി എൻഡിങ് അല്ല, അതൊരു ട്രാജിക് എൻഡിങ് ആണ്. വിവാഹമോചനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമയുമായി നിങ്ങൾ വരുന്നത് ഒട്ടും പുരോഗമനാത്മകമല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എന്താണ് ഉത്തരം? അല്ല, ഇത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ അഭിപ്രായത്തിനെ ഞാൻ പരിപൂർണമായിട്ട് ഉൾക്കൊള്ളുന്ന ഒരാളാണ്. ഞാനൊരു സിനിമ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ്, അത് കാണുന്ന പ്രേക്ഷകന് അതിനെക്കുറിച്ച് എന്ത് പറയാനുള്ള അവകാശം അയാൾക്കുണ്ട്. അപ്പോൾ അതിനെ കേൾക്കാനുള്ള ബാധ്യതയും എനിക്കുണ്ട്. എൻ്റെ വിശ്വാസങ്ങൾ ആണ് ആ സിനിമ. അയാളുടെ വിശ്വാസങ്ങൾ അതിനോട് പൊരുത്തപ്പെട്ടില്ലെങ്കിൽ ഐ എം സോറി എന്നേ എനിക്ക് പറയാൻ സാധിക്കും. കുടുംബത്തെ നിലനിർത്തുക എന്നുള്ളതൊരു സാമൂഹിക സമ്മർദ്ദം കൂടിയാണല്ലോ. അവിടെ ഒരു വ്യക്തിക്ക് പലപ്പോഴും തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, വിശേഷിച്ച് സ്ത്രീകൾക്ക്. ഇവിടെ പക്ഷേ ആ സ്ത്രീയുടെ സ്വയം നിർണയാവകാശം വിനിയോഗിക്കുകയാണ്. അപ്പോൾ ഈ സമൂഹത്തിൻ്റെ സമ്മർദ്ദങ്ങളെ കാര്യമാക്കേണ്ട എന്നൊരു സന്ദേശം കൊടുക്കുന്നുണ്ടോ? ഈ സമൂഹം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം. എപ്പോഴും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആലോചിക്കുന്ന ആദ്യത്തെ കാര്യം, ആളുകൾ എന്ത് വിചാരിക്കും, സമൂഹം എന്ത് പറയും, എവിടെയാണ് ഈ സമൂഹം? സമൂഹം ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് എന്നുള്ളതാണ്. സമൂഹം എന്ന് പറയുന്നത് നമ്മൾക്കൊരു ദുഃഖം വരുമ്പോൾ, ഒരു കാര്യം ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യാനും, ഒരു സന്തോഷം വരുമ്പോൾ അത് ഇടപെടാതിരിക്കുന്നൊരു സമൂഹമാണെങ്കിൽ എന്തിനാണ് ആ സമൂഹത്തിന് വേണ്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ? എവരിബഡി ഈസ് എൻടൈറ്റിൽഡ് ഫോർ ദെയർ ഓൺ ഹാപ്പിനെസ് എന്നുള്ളതാണ്. അതിലൊരു സെൽഫിഷ്നെസ് എന്ന് പറയുന്ന സാധനം വരാതിരിക്കാം. അതായത് അങ്ങനെ ആയിരുന്നെങ്കിൽ പ്രേക്ഷകന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടോ നായികയ്ക്ക്? ഇപ്പോൾ ഈ പറഞ്ഞ എൻഡിങ് ഒരിക്കലും സമൂഹത്തെ തൃപ്തിപ്പെടുന്നതായിരിക്കില്ലായിരുന്നു. സമൂഹത്തെ തൃപ്തിപ്പെടുന്നതായിരുന്നെങ്കിൽ ഇവർ കുടുംബമായിട്ട് ഒന്ന് ജീവിക്കുന്ന എൻഡിങ് ആയിരിക്കാം. അങ്ങനെ പക്ഷേ ഒരു ഡിവോഴ്സ് കഴിഞ്ഞ ഉടനെ ഒരാളുടെ കൂടെ പോകുന്ന സ്ത്രീയെ, ഒരു നായികയെ നമുക്ക് കാണാൻ പറ്റില്ല എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ സമൂഹത്തെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ പോയിന്റെങ്കിൽ ഇതിനൊന്നും ആവശ്യമില്ല. ഈ പറയുന്ന രാമൻ എന്ന് പറഞ്ഞാൽ ഇടപെട്ടിട്ട് ഇവർ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർത്ത് അവർ സുഖമായിട്ട് ഒരുമിച്ച് ജീവിച്ചാൽ മതി. പക്ഷേ എന്തുകൊണ്ട് മാലിനി എന്ന് പറയുന്ന ആ പെൺകുട്ടി അല്ലെങ്കിൽ യുവതി രാമൻ്റെ ഏദൻ തോട്ടത്തിൽ ചെന്ന് ആപ്പിൾ കഴിക്കുന്നില്ല? മാലിനിയുടെ കവിളിലൊന്ന് തൊടുന്നു എന്നല്ലാതെ അവർ ശരീരങ്ങൾ പങ്കുവെക്കുന്നത് പുതിയ കാലഘട്ടത്തിൻ്റെ സഹജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മുഖ്യധാരാ സിനിമയുടെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് വേലി ചാടാൻ നായികയെ സമ്മതിക്കാതെ മറ്റൊരു സദാചാര ലോകത്തേക്ക് അവളെ പ്രതിഷ്ഠിക്കുന്നുണ്ട്. ഞാനെപ്പോഴും ഈ ക്യാരക്ടേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എന്നാണ് ആലോചിക്കാറുള്ളത്. ഇപ്പോൾ മാലിനി എന്ന് പറഞ്ഞ കഥാപാത്രം അവർ നിൽക്കുന്ന അപ്പോഴത്തെ ആ പോയിൻ്റ് ഓഫ് വ്യൂവിൽ, ഇപ്പോൾ കഥയിൽ നമുക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റില്ല, സിനിമ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോഴത്തെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അവിടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, എനിക്ക് രാമനേക്കാൾ ഇഷ്ടം രാമൻ്റെ ഏദൻ തോട്ടമാണ്, ഷീസ് ഇൻ ലവ് വിത്ത് ദാറ്റ് പ്ലേസ് എന്ന് പറയുന്നൊരു സംഭവമാണ്. അപ്പോൾ അതൊരു തുരുത്താണ്. നമ്മൾ ഇതുപോലെയുള്ള ഭയങ്കര തിരക്കുകളിൽ ജീവിക്കുമ്പോൾ അതൊരു ആശ്വാസമാണ്, അങ്ങനെ സ്ഥലം അവിടെ ഉണ്ട് എന്നുള്ളത്. എനിക്ക് ആ ക്യാരക്ടറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു ഫിസിക്കലിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടായിരുന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ഒരിക്കലും മറ്റൊരു കാര്യം ആലോചിച്ച് വേണമെന്നോ വേണ്ടെന്നോ വെച്ചതല്ല. അതായത് സ്ത്രീകൾക്ക് ആത്മവിശ്വാസത്തിൻ്റെ ഒരു ഏദൻ തോട്ടം ഒരുക്കണമെന്നാണ് രഞ്ജിത്ത് ശങ്കർ പറയുന്നത്. ഇത് പൂർണ്ണമായ ഒരു സ്ത്രീപക്ഷ സിനിമയാണ് എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ട്?
ഇതൊരു മനുഷ്യപക്ഷ സിനിമയാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എൽവിസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ജോജു ജോർജ് അവതരിപ്പിക്കുന്ന ക്യാരക്ടറുണ്ട്. എൽവിസ് ഉള്ളിലില്ലാത്ത പുരുഷന്മാർ കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ തോത് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള രണ്ട് വ്യക്തികളാണ് എൽവിസും രാമനും. ഞാൻ പല സദസ്സുകളിലും ഞാൻ പോയിരിക്കുമ്പോൾ പലയിടത്തും കോമൺ ആയിട്ട് നമ്മൾ ഇതുപോലെ കുറേ ഫ്രണ്ട്സ് കൂടിയിരിക്കുന്നൊരു അവസ്ഥയാണെങ്കിൽ പൊതുവെ എവിടെയും പറയുന്നൊരു കാര്യമാണ്, ഇതൊക്കെ മതിയായി, നിർത്തി, ഇനി എവിടെയെങ്കിലും ഒരു 5 സെൻറ്റ് ഒരു പുഴക്കരയിൽ 5 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കണം. ഇതാണ് രാമൻ. പക്ഷെ പറയുന്നത് എൽവിസാണ്. അതിലൊന്നും എൽവിസായിട്ട് ജീവിക്കുകയും ചെയ്യുന്നു, അതൊരാഗ്രഹമായിട്ട് അവശേഷിക്കുന്നു. അപ്പം അതാണ് ഞാൻ ആ രണ്ട് ക്യാരക്ടറിലൂടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവരുടെയും ഈ പറയുന്ന മാലിനിയുടെയും അതുപോലെ തന്നെ അതിൽ സലീമുണ്ട്, നസ്നിയുണ്ട്. അവർ വേറൊരു തരത്തിലൊരു ദാമ്പത്യം ജീവിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവാണ്. അങ്ങനെയുള്ള അല്ല കുട്ടിയുണ്ട്, ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. ഇവരുടെ എല്ലാം കഥയാണ്, ഒരു മനുഷ്യപക്ഷം ചിന്തിക്കുന്ന ഒരു കഥയാണെന്നാണ് എനിക്ക് വിശ്വസിക്കാൻ. സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങൾ ഇവരുടെ ഒപ്പം തന്നെയുണ്ട്. ഒരു കുടുംബമുണ്ട്. അതിൽ തന്നെ ഭാര്യ വളരെയധികം മണ്ടത്തരം പറയുന്ന ആളാണ്. അത് കേട്ട് കിടന്നുറങ്ങാൻ എന്ത് രസമാണെന്ന് ഭർത്താവ് പറയുന്നത്. അങ്ങനെയുള്ളൊരു കുടുംബമാണോ അതിൽ മാതൃകാപരമായി? അങ്ങനെയല്ല പറയുന്നത്. അതാണ് നമ്മുടെ കാഴ്ചപ്പാടിലെ കുഴപ്പമാണ്. അങ്ങനെ കാണാനാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അതിൽ അവർ ചോദിക്കുന്ന ഏറ്റവും പ്രസക്തമായൊരു ചോദ്യമുണ്ട്. 30 വയസ്സ് കഴിഞ്ഞ് ഹ്യൂമർ സെൻസുള്ള എത്ര പെണ്ണുങ്ങളുണ്ട് കേരളത്തിൽ? എത്ര പെണ്ണുങ്ങളുണ്ട്? വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? അവർ ആ ഹ്യൂമർ സെൻസ് എന്ന് പറയുന്ന സാധനം ഒരു വീട്ടമ്മയാവുന്നു, ഒരു ഭാര്യയാവുന്നു, അമ്മയാവുന്നു എന്ന് പറയുമ്പോൾ ദേ ആർ നോട്ട് സപ്പോസ് ടു ബി ഹ്യൂമറസ് എന്നുള്ളൊരു സോഷ്യൽ തിങ്കിങ് ഉണ്ട്. അപ്പോൾ അതിൽ പെട്ടിട്ടാണ്. ചിലപ്പോൾ ഉറക്കെ ചിരിക്കുന്ന ഒരു ഭാര്യയെ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം സ്വാഭാവികമായിട്ടും അവർ ഒതുങ്ങുകയാണ്. ഈ നസ്നി എന്ന് പറഞ്ഞ കഥാപാത്രം ഇങ്ങനെ ആയിരിക്കുന്നതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഈ സലീം എന്ന് പറഞ്ഞ ഭർത്താവിനാണ്. അത് അയാൾ വളിപ്പ് പറയുന്നു എന്ന് പറഞ്ഞ ഭാര്യയല്ല പറയുന്നത്, തമാശ പറയുന്നു പറയുന്നത്. ആ തമാശയും കണ്ട് നമ്മൾ വ്യത്യാസമുണ്ട്. എൻ്റെ ഉള്ളിലെ ചെന്നായി വേഷത്തെ തിരിച്ചറിഞ്ഞ ഭാര്യമാരുടെ എണ്ണം എന്ന് പറയുന്ന രീതിയിൽ അപ്പോൾ ഈ പുരുഷന്മാരുടെ ഒരു പൊതു സ്വഭാവം ഒരു ആപേക്ഷികാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഈ രീതിയിലാണ് എന്ന് പറയാൻ കഴിയുമോ പൊതുവെ? അതായത് തായ്ലൻഡിൽ അഡീഷണൽ കിടപ്ര സെറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ എവിടെയൊക്കെയോ ഉണ്ട്. അങ്ങനെയുള്ള പല തോണികളിൽ കാൽ ചവിട്ടി നിന്ന് ഒരു ലൈംഗിക ജീവിതം നയിക്കുകയും എന്നാൽ ഭാര്യ വിശുദ്ധിയായിരിക്കണമെന്ന് വിചാരപ്പെടുകയും ചെയ്യുന്ന ഒരു പുരുഷൻ്റെ ലോകമായി മാറിയിട്ടുണ്ടോ കേരള സമൂഹം? അങ്ങനെയുള്ള പുരുഷന്മാരുണ്ട്. അങ്ങനെയുള്ള പുരുഷന്മാർ മാത്രമാണുള്ളത് എന്ന് പറഞ്ഞാൽ ശരിയല്ല. നമുക്ക് രാമൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ സലീം എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടല്ലോ. ഈ സിനിമയിൽ ഇത്രയും പുരുഷന്മാരുണ്ടായിട്ടും ഒരു എൽവിസ് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ അങ്ങനെ അല്ലാത്ത പുരുഷന്മാരുണ്ട്, അങ്ങനെയുള്ള പുരുഷന്മാരുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി മാലിനിയുടെ ഭർത്താവ് അങ്ങനെ ഒരാളായിപ്പോയി. ഈ രാമനെ തേടി അല്ലെങ്കിൽ രാമൻ്റെ അടുത്തേക്ക് പോകുന്നതിനിടയിൽ മാലിനിക്ക് അപകടം പറ്റുന്നു, അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. മാലിനി പോയിരുന്നു എങ്കിൽ നേരത്തെ ചോദിച്ചതുപോലെ അവർ തമ്മിൽ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു പ്രണയം ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഉണ്ടാകാൻ താങ്കൾ സമ്മതിക്കുമായിരുന്നു? ഉണ്ടാവേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അതിനെ റെസ്ട്രിക്റ്റ് ചെയ്ത് നിർത്താൻ എന്തെങ്കിലും തരത്തിലുള്ള കപട സദാചാര ബോധം അനുവദിക്കാതിരിക്കും. ഞാനിപ്പോൾ ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാക്കുമ്പോൾ ആ രണ്ടാമതോട് പോവുകയും നിങ്ങളുടെ ഇഷ്ടപ്രകാരം നമ്മളത് മാലിനിക്കൊരു നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് സിനിമയിൽ എന്ന് തോന്നും. കാരണം ഈ പറഞ്ഞ പോലെ എൽവിസിന്റെ ക്യാരക്ടറിലൂടെ അത്തരം ചിന്താഗതികൾ ചോദ്യം ചെയ്യുമ്പോഴും മാലിനി അങ്ങനെ ഒരു ചട്ടക്കൂടി നിർത്തിയിരിക്കുകയാണ്. അതാണ് പ്രേക്ഷകർക്ക് ഒരു സംശയം ഇങ്ങനെ ചോദിക്കുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഇത് ഈ ഫിസിക്കൽ എന്ന് പറയുന്നത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇത് ഒരു ടീനേജ് പ്രായത്തിൽ നമുക്കൊരാളുടെ ഇഷ്ടം തോന്നുമ്പോൾ ഒബ്വിയസ്ലി ഫിസിക്കൽ എന്നുള്ള സാധനം തന്നെയാണ് അതിൽ വരുന്നത്. അതാണ് അതിന് ഇൻഫാച്വേഷൻ എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സിനിമയിൽ തന്നെ നായകൻ 40 വയസ്സാണ്. നായികയ്ക്കും അതിൻ്റേതായിട്ടുള്ള സമമായിട്ടുള്ളൊരു പ്രായമുണ്ട്. ഒരുപക്ഷെ ഒരാളുടെ ബോഡി എന്നുള്ളതിനപ്പുറത്ത് ഒരാളുടെ സാമീപ്യം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് ജീവിതത്തിൽ. ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളതിനെ നിഷേധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് മാത്രമായിട്ട് നിങ്ങൾ ചുരുക്കുന്നു എന്നുള്ളതിൽ എനിക്ക് പരിഭവമുണ്ട്. അതില്ല എന്നുള്ളതല്ല, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ടൊരു വ്യക്തിനെ നമ്മൾ അയാളുടെ അടുത്തുണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയും അയാളോട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുകയും നമുക്ക് പലപ്പോഴും ഒരു മണിക്കൂർ അയാളോട് സംസാരിച്ചിരിക്കാൻ നമുക്ക് തോന്നുന്ന ആൾക്കാരുണ്ടാവില്ലേ, അയാളുടെ കൂടെ ഒരു ഫിസിക്കൽ ബന്ധത്തിലുപരി. അപ്പം അങ്ങനെ 2 ആൾക്കാരായിട്ടാണ് അവരെ കാണാൻ എനിക്കിഷ്ടം. അതില്ല എന്നല്ല, അല്ല, ഇത് ശാരീരികേതര ബന്ധമാണ് എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുന്നത് അത് നിങ്ങളുടെ ഈ സദാചാര അല്ലെങ്കിൽ കപട സദാചാര സമ്മർദ്ദം കൊണ്ടാണോ എന്നുള്ളതാണ് ഇതിലെ അടിസ്ഥാനപരമായ ചോദ്യം. അല്ല, ഞാൻ പറഞ്ഞത് അത് എന്ന് പറയുന്നത് അതാണ് ഇതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നതിലാണ് എനിക്ക് എതിർപ്പുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതല്ല, ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് മാത്രമാണ് ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പം ഞാൻ ഈ ക്യാരക്ടേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് ആലോചിച്ചിട്ടുള്ളൂ.
ഇതെന്ന് പറയുന്നത് എൻ്റെ മുന്നിലുള്ള സ്ത്രീകളുണ്ട്, ഇപ്പോൾ എൻ്റെ ഭാര്യയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അമ്മയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ചേച്ചിയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലുള്ള മറ്റ് എനിക്കറിയാവുന്ന സുഹൃത്തുക്കളുണ്ട്. അപ്പം അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് ഈ രാമനാണെങ്കിലും മാലിനിയാണെങ്കിലും എൽവിസ് ആണെങ്കിലും അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആ ഘട്ടത്തിൽ അവരെങ്ങനെ ചെയ്യും എന്നാണ് ഞാനിതിൽ എഴുതുമ്പോൾ ആലോചിച്ചത്. ഇത് ആളുകൾ ഇതെങ്ങനെ കണ്ട് വിലയിരുത്തും എന്ന് ആലോചിച്ചിട്ടില്ല. ആളുകൾ എങ്ങനെ കണ്ട് വിലയിരുത്തും എന്നുള്ളതിൻ്റെ ഒരു തെളിവായി വേണമെങ്കിൽ നമുക്ക് കുഞ്ചാക്കോ ബോബൻ ഈ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം അദ്ദേഹം ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ വാക്കുകൾ നമുക്ക് മുന്നോട്ട് വയ്ക്കാം. ഈ സിനിമ കണ്ടതിന് ശേഷം പുരുഷന്മാരായ പ്രേക്ഷകർക്ക് എന്നോട് കലിപ്പാണ് എന്നെനിക്ക് മനസ്സിലായി. അതേസമയത്ത് സ്ത്രീ പ്രേക്ഷകർക്ക് എന്നോട് ആരാധന കൂടിയെന്നും എനിക്ക് മനസ്സിലായി. നേരത്തെ മഞ്ജു വാര്യരുടെ തിരിച്ചുവരവിൻ്റെ സിനിമയിൽ അഭിനയിച്ചപ്പോൾ നേരെ വിപരീതമായിരുന്നു. അന്ന് പുരുഷന്മാർ എനിക്ക് അനുകൂലമായിരുന്നു, സ്ത്രീകൾ എൻ്റെ കഥാപാത്രത്തോട് വിരക്തി കാണിക്കുകയും ചെയ്തു. അത് എനിക്ക് തോന്നുന്നത് ബേസിക്കലി ആ ക്യാരക്ടേഴ്സിൻ്റെ ഒരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പം ഒരാളിപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ഈ സിനിമയിലെ ഈ ആശയത്തിനോട് എനിക്ക് എതിർപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അത് ആ സിനിമയുടെ ഒരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. സിനിമ ആസ് ഹോൾ അല്ല, ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം, ഈ സാധനത്തിനോട് നമുക്ക് എതിർപ്പുണ്ട് എന്ന് പറയുന്നതും ആ ഒരു ക്യാരക്ടറിനോട് നമുക്ക് ദേഷ്യം തോന്നുന്നു എന്ന് പറയുന്നതും ഒരു സിനിമയുടെ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. രാമൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ ആലോചിക്കുമ്പോൾ തന്നെ ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പേഴ്സൺ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് റിയൽ ലൈഫിൽ, കുറവാണ്, പക്ഷേ അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അതുപോലൊരു ക്യാരക്ടറിനോട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരു ആഗ്രഹമാണ് പലരുടെയും. അപ്പോൾ അതിൻ്റെ ഒരു കാരണങ്ങളായിട്ട് വന്നേക്കാം. ജപ്പാൻകാരനായ അക്കിറ മിയാവാക്കി എന്ന ആളെ വാഗമണ്ണുകാരനായ രാമനിൽ എങ്ങനെയാണ് സന്നിവേശിപ്പിച്ചത്? അല്ല, അതിൽ പറയുന്നുണ്ട്, അതായത് രാമൻ്റെ വൈഫിൻ്റെ ഒരു ആക്ടിവിറ്റി ആയിരുന്നു അത്. അപ്പോൾ വൈഫായിരുന്നു ആക്ച്വലി അക്കിറ മിയാവാക്കിയുടെ. അപ്പോൾ ഇവർ ജപ്പാനിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് കാര്യങ്ങളൊക്കെ. ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ അത് ഭാര്യയ്ക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങിയതാണ് ആ ആക്ടിവിറ്റി. പിന്നെ അയാൾക്കത് ഇഷ്ടമായി. അപ്പോൾ അതിലിപ്പോൾ ഇപ്പോൾ ടാഗോറിന് തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സേയിങ് ഉണ്ട്. അത് നമ്മളതിൻ്റെ തണലത്ത് ഇരിക്കില്ല എന്നറിഞ്ഞുകൊണ്ട് ഒരു മരം നടന്നയാൾ ജീവിതത്തെ അറിയുന്ന ഒരാളായി കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ ജീവിതത്തിന് അറിഞ്ഞിട്ടുള്ള ഒരാളാണ് രാമൻ. മാലിന്യയുടെ ഒരു യാത്രയാണ്, സ്വയം കണ്ടെത്തലിനുള്ളൊരു യാത്രയാണ് സിനിമ. മാലിന്യ കഥാപാത്രം അങ്ങനെയാണ്. ഈ മാലിന്യ കണ്ടെത്തൽ എത്ര ദുഷ്കരമായിരുന്നു? ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് ഡാൻസേഴ്സിനെയൊക്കെ ശ്രമിച്ചു, പക്ഷേ ആ ഒരു ക്യാരക്ടറിനെ കിട്ടുന്നില്ലായിരുന്നു എന്ന്. എങ്ങനെയാണ് അനു സിത്താരയിലേക്ക് മാലിന്യം എത്തുന്നത്? അത് അഗെയിൻ ഇത് നമ്മൾ ലക്കിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് ഒരിക്കലും നമ്മുടെ ഒരു മിടുക്കോ ഒന്നുമല്ല, ഒരു ഭാഗ്യവും ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഇതിൽ വരുന്നത്. ഇതൊരു പുതിയ ആൾ ചെയ്താലാണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇത് വരിക എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ പുതിയൊരാൾക്ക് അഭിനയിക്കാൻ പറ്റുന്നൊരു വേഷവുമല്ല എന്നൊരു ബോധ്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനു വേണ്ടിയൊരു ശ്രമമായിരുന്നു. ഇപ്പോൾ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിന് ഉള്ള ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒരു റിയൽ ലൈഫിൽ വളരെ ബോൾഡായിട്ടുള്ളൊരു ഇമേജ് ഉള്ളതാണ് നമ്മുടെ പലർക്കും. അപ്പോൾ അങ്ങനെ ഒരാൾ ഇങ്ങനൊരു കഥ ചെയ്യുമ്പോൾ അത് അവർ റിയൽ ലൈഫായിട്ടൊക്കെ ആവശ്യമില്ലാതെ നമുക്ക് കമ്പാരിസൺ വരിക, ആ സിനിമയിൽ നിന്നൊക്കെ വിട്ട് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു പ്രോബ്ലം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ഇല്ലാത്ത ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു തുറന്ന മനസ്സോടുകൂടി ഈ കഥയെ സമീപിക്കാൻ സാധിക്കും എന്ന് തോന്നിയിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പുതിയ ആളെ കിട്ടുന്നില്ലായിരുന്നു എന്നുള്ളതായിരുന്നു അതിൻ്റെ ട്രാജഡി. അപ്പോൾ എനിക്ക് നമ്മളെപ്പോഴും ഒരു സിനിമയിൽ നിമിത്തങ്ങളിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഏതെന്തോട്ടം എന്ന് പറയുന്ന ലൊക്കേഷൻ തന്നെ എനിക്ക് കിട്ടുന്ന ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് ഏതാണ്ട് ഒരു 3 ആഴ്ച മുൻപാണ്. അപ്പോൾ ആ സ്ഥലം കണ്ടപ്പോൾ തന്നെ ഒരു 300-350 ഏക്കർ സ്ഥലം ഈ സിനിമയ്ക്ക് വേണ്ടി സെറ്റിട്ട് ഇരിക്കുകയാണ് എന്നെനിക്ക് തോന്നി. അത്ര പെർഫെക്റ്റ് ആയിരുന്നു ആ സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ല രീതിയിലൊക്കെ ഉണ്ടാക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ളൊരു സിനിമയാണ്, അല്ലെങ്കിൽ ഞാൻ ആ സ്ഥലത്തോട് എത്തില്ലല്ലോ. അതുകൊണ്ട് നായകയും സംഭവിക്കുമായിരിക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഷൂട്ടിങ്ങിൻ്റെ ഒരു 1-1.5 ആഴ്ച മുമ്പാണ് ഞാൻ അനുവിനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അതിന് ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കാണാൻ പോയത്. ഒരു വളരെ പൊളൈറ്റായിട്ട് നോ പറയാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ ഒരു ഗട്ട് ഫീലിംഗ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അപ്പോൾ അനുവിന് അങ്ങനെയൊക്കെ നോ പറയാം എന്ന് വിചാരിച്ച് പോയിട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് അവരാണ് മാലിനി എന്നെനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതൊരു ഗട്ട് ഫീലിംഗ് ആണ്. പിന്നെ അതങ്ങ് ശരിയാവും എന്നുള്ളൊരു വിശ്വാസമാണ്. അങ്ങനെയാണ് അത് സംഭവിച്ചത്. രാമനായി കുഞ്ചാക്കോ ബോബനും ഒരുപാട് വ്യക്തിപരമായ സമാനതകളുണ്ട് എന്ന് താങ്കൾ പറഞ്ഞു, അതെങ്ങനെയാണ്? അതായത് ആദ്യം രാമനെ കുറിച്ച് ആലോചിക്കുമ്പോൾ രൂപം എനിക്ക് കുഞ്ചാക്കോ ബോബൻ്റെയാണ് ഉള്ള നടന്മാരിൽ ഏറ്റവും സ്യൂട്ടബിളായിട്ട് വന്നത്. കാരണം അയാൾക്ക് 40 വയസ്സാണ്. അയാൾ വളരെ അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ളൊരു കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. ഫാമിലി പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്ത് നടത്തുന്ന ഒരാളാണ്. അയാൾ വെൽ ട്രാവൽഡ് ആണ്, വെൽ റെഡ് ആണ്, വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പം എന്തുകൊണ്ട് എനിക്ക് ചാക്കോച്ചൻ്റെ മുഖമാണ് ആദ്യം ഓർമ്മ വന്നത്. പിന്നെ ഞാൻ ഈ കഥ ഓഫ് കോഴ്സ് അദ്ദേഹത്തോട് ഡിസ്കസ് ചെയ്യുന്നു. പുള്ളി എന്നെക്കാൾ ഈക്വലി എക്സൈറ്റഡ് ആയിരുന്നു ഈ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്കൊരു സിനിമ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിരുന്നു. പക്ഷേ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യും തോറും എനിക്കിതിൽ പുള്ളിയിലൊരു രാമനുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. കാരണം പുള്ളി എന്നോട് ഒരു സമയത്ത് ഒരു കാഷ്വൽ കോൺവെർസേഷനിൽ പറഞ്ഞതാണ്, പണ്ട് പുള്ളിയുടെ വൈഫ് ഫ്രീ ആയിട്ട് പുള്ളി കുറച്ച് നാൾ മുമ്പ് പ്ലാൻ ചെയ്തതാണ്. എന്ന് വെച്ചാൽ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ട് നമുക്ക് ചുമ്മാ കാട് ആക്കാം, നമുക്ക് വല്ലപ്പോഴൊക്കെ അവിടെ പോയി ഇങ്ങനെ നടക്കാമല്ലോ. അങ്ങനെ ഒരാൾക്ക് ഞാൻ ചിന്തിച്ചിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ ഇതിൽ കൃഷി ആയിട്ടുള്ള സംഭവങ്ങളാണെങ്കിലും ഈ മരം കയറ്റം, അഡ്വഞ്ചർ,
ഇതൊക്കെ ഒരുപാട് വ്യക്തിപരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ് ചാക്കോച്ചൻ. പക്ഷേ പുള്ളിയുടെ സ്ക്രീൻ ഇമേജ് കുറച്ച് അതിന് ഡിഫറെൻ്റ് ആണ് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഒരുപാട് സിമിലാരിറ്റീസ് അതിന് എനിക്ക് ഫീൽ ചെയ്യും. മലയാള സിനിമ വിവാഹ ബാഹ്യ ബന്ധങ്ങളെ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും അതൊരു മോശം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് തരത്തിലാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇത് പക്ഷേ ഇവിടെ മുഖ്യ പ്രമേയം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അഭിനേതാക്കൾ ആ റോളാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവരെ സംബന്ധിച്ച് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല? അല്ല, ഈ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. മലയാള സിനിമ ഈ അടുത്ത കാലത്ത് തന്നെ ഒരുപാട് വിവാഹേതര ബന്ധങ്ങളുടെ സിനിമകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലെല്ലാത്തിലും പുരുഷനാണ് അതിലേർപ്പെടുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് നെഗറ്റീവ് സെൻസിലാണ് ചിത്രീകരിക്കുന്നത് എന്നുള്ളതാണ്. അത് നെഗറ്റീവ് സെൻസിൽ പുരുഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് എന്നുള്ള പൊതുധാരയിലാണ് ഓഡിയൻസിനും സിനിമയ്ക്കും. ഈ സിനിമയിലുള്ള പുതുമയും വ്യത്യസ്തത എനിക്ക് തോന്നിയത് അതൊരു സ്ത്രീയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ് അതിൽ എനിക്ക് തോന്നിയത്. അപ്പോൾ കഥാപരമായിട്ട് ഇതിൽ അഭിനയിച്ച എല്ലാവരും ഇതിൽ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കൊരു സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ രാമനാമൻ ചാക്കോച്ചനും എൽവിസ് ആവൻ ജോജുവും മാലിനി അവൻ അനുവും മറ്റ് വേഷങ്ങൾ അഭിനയിച്ച എല്ലാവരും എൻ്റെ അത്ര തന്നെ അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നു എന്ന് തീർച്ചയായിട്ടും പറയേണ്ടി വരും. ഒരു സാധാരണ സ്ത്രീയായി കഴിയുകയും ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലുമുള്ള ആത്മബോധം ഇല്ലാതെ വരികയും ചെയ്യുന്ന സ്ത്രീകൾ ആണോ എണ്ണത്തിൽ കൂടുതലുള്ളത്? എന്താണ് ഒരു പുരുഷൻ എന്നുള്ള നിലയിൽ ഈ ഒരു പ്രശ്നത്തെ കാണുമ്പോൾ തോന്നുന്നത്? ഇതെന്തറിയോ, ഈ കോപ്പ് വിത്ത് ലൈഫ് എന്ന് പറയുന്ന സാധനമുണ്ട്. അത് തെറ്റാണ് എന്നുള്ള ഒരർത്ഥമില്ല. പക്ഷേ എല്ലാവർക്കും എവറിബഡി ഈസ് എൻടൈറ്റിൽഡ് ടു ദെയർ ഓൺ ഹാപ്പിനെസ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് വളരെ അടുത്തറിയാവുന്ന സ്ത്രീകൾ പലപ്പോഴും എൻ്റെ അമ്മ ഒരു വീട്ടിൽ ഒരു കറി ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും അമ്മയുടെ ഒരു രുചിക്കല്ല ഉണ്ടാക്കാറുള്ളത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും. അവരുണ്ടാക്കാറുള്ളത് എന്താണ് നമുക്കെല്ലാവർക്കും ഇഷ്ടം എന്നുള്ളതല്ലേ. അപ്പോൾ അത് സ്ത്രീയിലുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ത്യാഗത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. അത് ഒരുപാട് ഫാക്ടേഴ്സ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് പുരുഷനേക്കാൾ ഫിസിക്കലി സ്ട്രോങ് ഒരു സ്ത്രീയാണ് എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം ഒരു സ്ത്രീ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് അതിനുശേഷം ഒരു ഓഫീസിൽ പോയിട്ട് ഒരു പുരുഷൻ ചെയ്യുന്ന അതേ ജോലി ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്ന് വീണ്ടും കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കി, ഇത് എത്ര പുരുഷന്മാർക്ക് അത് ചെയ്യാൻ സാധിക്കും? എനിക്ക് അതുകൊണ്ട് തന്നെ സ്ത്രീകളോട് ഒരുപാട് ബഹുമാനമാണ് ഉള്ളത്. ഒരു സിനിമയും മറ്റൊന്നിൽ നിന്ന് ഒരു തരത്തിലുള്ള സാമ്യവും പ്രമേയത്തിൽ ഉണ്ടാക്കുന്നില്ല. അങ്ങനെ ഈ അതിവ്യത്യസ്തതകളിലൂടെ പോകാൻ എങ്ങനെയാണ് കഴിയുന്നത്? ഞാനിപ്പം ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ പോകുന്നത് പുണ്യാളൻ അഗർബത്തീസിൻ്റെ പാർട്ട് 2 ആണ്. ഞാൻ എപ്പോഴും നോക്കുന്ന ഒരു ചലഞ്ച് ഉണ്ടോ എന്നുള്ളതാണ് ഒരു സിനിമ ചെയ്യുമ്പോൾ. ഉദാഹരണം പറയാം, ഇപ്പോൾ പുണ്യാളൻ അഗർബത്തീസിൻ്റെ പാർട്ട് 2 ചെയ്യുമ്പോൾ അതിലെ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പാർട്ട് എപ്പോഴും മോശമായിട്ടേ ഉള്ളൂ. ഒരു ബെറ്റർ ദാൻ ഒറിജിനൽ വളരെ അപൂർവമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനേക്കാൾ ബെറ്റർ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് തന്നെയാണ് അതിലെ ചലഞ്ച്. ഈ സിനിമ ചെയ്യുമ്പോൾ, രാമൻ്റെ ഏതെന്തോട്ടം ചെയ്യുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ള സിനിമകൾ ഈ പറഞ്ഞ രീതിയിൽ പല കാരണങ്ങൾ കൊണ്ടും പല രീതിയിൽ ശ്രദ്ധിക്കപ്പെടാത്ത സിനിമകളാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാൻ സാധിക്കുമോ? പിന്നെ എപ്പോഴും ഒരു കഥ സെലക്ട് ചെയ്യുമ്പോൾ നോക്കാറുള്ളത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത് പ്രേക്ഷകർക്ക് എന്തെങ്കിലും പുതുമയുള്ള സിനിമയാണോ. അപ്പോൾ ഒരിക്കലും ഇപ്പോൾ വർക്ക് ചെയ്യുന്നൊരു സാധനം ഞാൻ ഒരിക്കലും അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. അതായത് ഇപ്പോൾ പുണ്യാളൻ അഗർബത്തീസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പാർട്ട് 2013 ചെയ്യുന്ന സമയത്ത് എന്നോട് ഒരുപാട് പേര് ഉപദേശിച്ചതാണ് ഇതൊരിക്കലും ചെയ്യരുത്. കാരണം ആളുകൾ ഓഡിയൻസ് മാറിയിരിക്കുന്നു. അവർ അന്ന് കുറച്ച് എരിവും പുളിയൊക്കെ ഉള്ളൊരു അഡൾട്ട് കോമഡിയാണ് കുടുംബ പ്രേക്ഷകർക്ക് പോലും തിയേറ്ററിൽ കാണാൻ താല്പര്യം അതാണ്. അപ്പോൾ നിങ്ങൾ ഈ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള പണ്ടത്തെ കാലത്തൊരു ഹ്യൂമർ കഥയായിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക ഔട്ട്ഡേറ്റഡ് ഒരാളായി മാറുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ ആ സിനിമ എടുക്കുന്നത് ഇതൊന്നും തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇതാണ് വർക്കാവുന്നതെന്നോ വിചാരിക്കാനല്ല. എനിക്കുണ്ടാക്കാൻ പറ്റുന്ന ഒരു കോമഡി സിനിമയാണ് പുണ്യാളൻ അഗർബത്തീസ്. എനിക്ക് അതേ ഉണ്ടാക്കാൻ പറ്റൂ. എൻ്റെ വിശ്വാസം ഓഡിയൻസ് മാറിയിട്ടില്ല. അവർക്ക് കറക്റ്റായി അങ്ങനെ ഒരു സാധനം കൊടുക്കാത്തത് കൊണ്ടാണ് ആ സിനിമ വിജയിക്കാത്തത്. എന്തുകൊണ്ടാണ് പുണ്യാളൻ അഗർബത്തീസിൻ്റെ സെക്കൻഡ് പാർട്ട് എടുക്കുന്നത്? താങ്കളുടെ മറ്റ് സിനിമകൾക്കൊന്നുമില്ലാത്ത എന്തെങ്കിലും സവിശേഷതയുണ്ടോ? ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു പഴയ ചേരുവ, പഴയ സത്യനന്ദിക്കാട്, ശ്രീനിവാസൻ മട്ടിൽ, വരവേൽപ്പൊക്കെ പോലെയുള്ള നമ്മൾ 80കളിലൊക്കെ ധാരാളം കേട്ടിട്ടുള്ള പ്രമേയം ആയിരുന്നു പുണ്യാളൻ അഗർബത്തീസിൻ്റെ. അപ്പോൾ സെക്കൻഡ് പാർട്ട് എടുക്കുമ്പോഴും താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? പുണ്യാളൻ അഗർബത്തീസിൻ്റെ സെക്കൻഡ് പാർട്ട് എടുക്കാൻ പേഴ്സണലി ഒരുപാട് ആഗ്രഹം ഉള്ളൊരു സാധനമാണ്. 2 കാരണം കൊണ്ടാണ്. ഒന്ന്, തൃശ്ശൂർ എന്ന് പറഞ്ഞൊരു ഫാക്ടറുണ്ട്. ഞാൻ തൃശ്ശൂരിലല്ല ഇപ്പോൾ ജീവിക്കുന്നു, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതിലൊരു ഗോയിങ് ബാക്ക് ടു റൂട്ട്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് തൃശ്ശൂർ പോയൊരു സിനിമ ചെയ്യാന്നുള്ളത്. അതിലുപരി അതിലെ കഥാപാത്രങ്ങൾ എല്ലാവരെയും പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പം ആ കഥാപാത്രങ്ങളെ ഇനിയും ഒരുപാട് രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്നുണ്ട്. അതുമല്ല, നമ്മളൊരു ബേസിക്കലി പുണ്യാളൻ അഗർബത്തീസ് ഇസ് സെറ്റയർ. അപ്പം ഒരു സെറ്റയർ നല്ലൊരു ആശയം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രിമൈസാണ് അത്. വരൾച്ചയുടെയും പ്രകൃതി ചൂഷണത്തിൻ്റെയൊക്കെ നാളുകളിൽ ഈ ഒരു കാട്
നമ്മുടെ നഗരങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ള സന്ദേശം എങ്ങനെയാണ് തിരക്കഥയിലേക്ക് ചേർത്ത് വയ്ക്കുന്നത്? അതായത് എൻ്റെ സിനിമകളിൽ എല്ലാത്തിലും ഒരുപാട് പേര് പറയാറുണ്ട് ഇതിലൊരു ഈ പറഞ്ഞ പോലെയുള്ള ഒരു സാമൂഹികമായിട്ടുള്ള ഒരു മെസ്സേജ് നമ്മൾ വെച്ചിട്ടുണ്ടെന്നുള്ളത്. പാസഞ്ചർ മുതൽ രാമൻ്റെ ഏതന്തോട്ടം വരെ നോക്കിയാൽ അത് ഉപയോഗിച്ചിട്ടുള്ളത് ആ സിനിമേനെ കൂടുതൽ ബലപ്പെടുത്താനും ആസ്വാദ്യകരമാക്കാനും വേണ്ടിയിട്ടാണ്. അതായത് കരിമണൽ ഖനനത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയൊരു സിനിമയല്ല പാസഞ്ചർ, അല്ലെങ്കിൽ ഹർത്താലിന് എഗൻസ്റ്റ് ഉണ്ടാക്കിയൊരു സിനിമയല്ല പുണ്യാളൻ. കാട് അർബൻ കാർഡിൽ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചുണ്ടാക്കിയൊരു സിനിമയല്ല രാമൻ്റെ ഏതന്തോട്ടം. രാമൻ്റെ ഏതന്തോട്ടത്തിലേക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് രാമൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഹി ബിക്കംസ് മോർ ബ്യൂട്ടിഫുൾ വിത്ത് ദാറ്റ്. ഞാൻ മാലിനിക്ക് അയാളോട് കൂടുതൽ ഇഷ്ടം തോന്നാൻ അയാൾ പ്രേരിപ്പിക്കുന്ന ഒരു ഫാക്ടറാണത്. ഈ കാട് എന്ന് പറയുന്നത് ഇയാളുടെ ഗ്രാൻഡ് ഫാദർ എന്നൊക്കെ ഇയാൾക്ക് ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇയാളുടെ ലൈഫിന് പെർട്ടിക്കുലർ സ്റ്റേജിൽ അയാൾ ഇവിടെ വന്ന് സെറ്റിൽഡ് ആവാണ്. ആ സെറ്റിൽഡ് ആവുന്ന സമയത്ത് അയാൾക്ക് അവിടെ നിന്ന് ഒരു പെട്രോൾ വാങ്ങിക്കണമെങ്കിൽ പോലും ചിലപ്പോൾ 50 കിലോമീറ്ററൊക്കെ ട്രാവൽ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷേ അയാൾ ആ ലൈഫിൽ അയാളൊരു സംതൃപ്തി കണ്ടെത്തുകയാണ്. അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, അതായത് മൊബൈലോ ഇൻ്റർനെറ്റോ ഇല്ലാതെ നിങ്ങൾക്ക് 2 ദിവസം ജീവിക്കണമെങ്കിൽ ഈവൺ അത് ആ തരത്തിലുള്ള ഫുഡ് പോലും അയാൾക്ക് അവിടെ പ്രിപ്പയർ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലോകത്തിലേക്കുള്ളൊരു ഇൻവിറ്റേഷനാണ് അയാൾ. അതുപോലത്തെ ടേസ്റ്റുള്ള ആൾക്കാർക്ക് അവിടെ വരാനും പറ്റുള്ളൂ. അല്ലൊരു മാറുന്ന രാമനെയും കാണിക്കുന്നുണ്ടല്ലോ. രണ്ടാമത് മൊബൈൽ ടവർ വെച്ച് ഫോൺ വിളിച്ച് വാട്സപ്പ് ഉപയോഗിക്കുന്ന രാമനെയും കാണിക്കുന്നുണ്ട്. അങ്ങനെ രാമന്മാർ മാറുകയാണെന്നും കൂടി പറയും. അത് മാറ്റം, അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ആ മാറ്റം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. ബിക്കോസ് ഈവൻ സിനിമ തീരുമ്പോൾ അയാൾക്ക് വീണ്ടും മാറ്റമുണ്ട്. അയാൾ ഫ്ലൈറ്റിൽ സിനിമ തീരുമ്പോൾ അയാൾ ഡ്രൈവ് ചെയ്ത് ഡൽഹിക്ക് പോയിരുന്ന ഒരാൾ ഫ്ലൈറ്റിൽ പോയി മാലിനി ഡ്രൈവ് ചെയ്ത് അയാൾ പിക്ക് ചെയ്ത് കൊണ്ടിരുന്നതാണ്. അതിനകത്ത് ഈ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സിൻ്റെ വളർച്ചയും മാറ്റവും ഒരു രീതിയിലുള്ള കംപ്ലീഷനും ഒരു തുടർച്ചയും ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനുഷ്യർ കൃത്യമായ സമയത്ത് കൃത്യമായത് കൊടുത്താൽ പ്രേക്ഷകർ സ്വീകരിക്കും എന്ന് നമുക്കറിയാം. 2009 മെയ് 7 പാസഞ്ചർ റിലീസാവുന്ന ദിവസം മെയ് 7 എന്നാണ് ഓർമ്മ. മലയാള സിനിമയെ സംബന്ധിച്ച് അനാകർഷകമായൊരു ഘട്ടമായിരുന്നു അത്. തികച്ചും നായക കേന്ദ്രീകൃതമായ കഥാപാത്രങ്ങൾ, അതിൽ നിന്നാണ് തിരക്കഥാ കേന്ദ്രീകൃതമായ സിനിമയിലേക്കുള്ള ഒരു പരിണാമം സംഭവിക്കുന്നതും പിന്നെ അവിടെ നിന്ന് ഇന്ന് വരെയുള്ള ചിത്രങ്ങൾ ആ ഒരു പാതയിൽ സഞ്ചരിച്ചതും. അതിന് തുടക്കക്കാരനാണ് താങ്കൾ. അപ്പോൾ അന്നത്തെ ആ ഒരു ചിന്ത ഇന്ന് വരെ നോക്കുമ്പോൾ അതിനെങ്ങനെ കാണുന്നു ആ ഒരു മാറ്റത്തെ? ഞാൻ പാസഞ്ചർ ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ എൻ്റെ ഉള്ളിൽ തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യുക. ഇത് ചെയ്തതിന് ശേഷം എന്തായാലും ഒരേ ഒരു സിനിമയെ ചെയ്യാൻ പറ്റുള്ളൂ, അതാണ് ഒരു സിനിമ. അപ്പോൾ അത് എൻ്റെ പ്ലാൻ എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ശേഷം ഞാനും എൻ്റെ വൈഫും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സാണ്. അപ്പം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പാസഞ്ചർ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഇത് നമുക്ക് ചെയ്യാം, ഇത് ചെയ്യാതെ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്ക് ശക്തമായിട്ട് തോന്നിയിരുന്നു അന്ന്. ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനുണ്ടാകുന്ന നഷ്ടം കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വിദേശത്തോ എവിടെയെങ്കിലും പോയിട്ട് ജോലി ചെയ്യാം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ടാണ് ആ സിനിമ ചെയ്യുന്നത്. അപ്പം അതിനുശേഷം കിട്ടിയതല്ല എനിക്ക് ബോണസാണ്. ഞാൻ ഒരിക്കലും വീണ്ടും സിനിമകൾ ചെയ്യുമെന്നോ വീണ്ടും നമ്മളിതുപോലെ കുറേ 8 വർഷം ശേഷം ഇവിടെ സംസാരിക്കുമെന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. രാമൻ്റെ ഏതന്തോട്ടം, വളരെ കുറച്ച് കഥാപാത്രങ്ങൾ, വളരെ സുന്ദരമായ ചെറിയൊരു പ്രകൃതിദത്തമായ ലൊക്കേഷൻ. സ്വാഭാവികമായും ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം അതെന്തായാലും ആ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സിനിമ വിജയിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരു വിജയം നേടിയോ? നിങ്ങൾക്ക് മുടക്കിയ പണം തിരികെ കിട്ടാവുന്ന രീതിയിൽ മറ്റൊരു സിനിമയിലേക്ക് പ്രവേശിക്കാവുന്ന രീതിയിലുള്ളൊരു വിജയമായി മാറിയിട്ടുണ്ടോ അത്? രാമൻ്റെ ഏതന്തോട്ടം സാമ്പത്തികമായിട്ട് ഓൾറെഡി പ്രോഫിറ്റിലാണ്. ഞാനാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്, അതുകൊണ്ട് എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അതിന് വലിയൊരു നന്ദി പറയേണ്ടത് ഇവിടുത്തെ പ്രേക്ഷകരോട് തന്നെയാണ്. കാരണം ഈ ബഹളങ്ങളുടെ ഇടയിലും അവർ ഈ സിനിമ കണ്ടു. പ്രേക്ഷകർ മനസ്സിലാക്കിയത് കൊണ്ട് കൂടിയാണ് ഈ സിനിമ സാമ്പത്തികമായിട്ട് വിജയം നേടിയതെന്ന് താങ്കൾ പറയുകയുണ്ടായി. പക്ഷേ പ്രേക്ഷകരെയോ ഒരു പക്ഷേ താങ്കളുടെ തന്നെ ഇൻഡസ്ട്രിയെയോ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഭാഗം ആ സിനിമയിലുണ്ട്. അതായത് എൽവിസ് മറ്റൊരു സ്ക്രിപ്റ്റ് റൈറ്ററോടോ മറ്റോ പറയുന്നു പുലിമുരുകനെ വെല്ലുന്ന രീതിയിലുള്ള ഒരു സിനിമ നമ്മൾക്കുണ്ടാക്കണമെന്ന്. ഇത് ഇൻഡസ്ട്രിക്കെതിരായിട്ടുള്ളൊരു ട്രോളല്ലേ വാസ്തവത്തിൽ ഈ സിനിമയിൽ വരുന്നത്? അതൊരു ജനറൽ ടേക്കാണ്. ഇപ്പം എന്താ പറയുക, നമ്മൾ ഇപ്പോൾ ഒരു വിജയിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമ ഒരു വലിയൊരു വിജയമാവുന്നൊരു സിനിമ ഉണ്ടായിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള ആൾക്കാർ പോലും ചിന്തിക്കുന്നത് നമുക്ക് അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കിയാലോ, ഇത്രയും പൈസ കിട്ടുമല്ലോ എന്നുള്ളൊരു ജനറൽ നമ്മുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ഉണ്ട്. ഞാൻ എത്രയോ കാലമായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സിനിമയുടെ ഒരു ബന്ധമില്ലാത്ത ആൾക്കാരായിരിക്കും. അവർ പറയുന്നത് അതിങ്ങനെ കിട്ടുമല്ലേ, അങ്ങനെ ഉണ്ടാക്കാമല്ലേ, നമുക്ക് ട്രൈ ചെയ്യാം എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ട് മലയാളി ഏറ്റവും കൂടുതൽ കബളിക്കപ്പെടുന്ന ഒരു വിഭാഗമാവുന്നു എന്ന് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ എത്ര തരം തട്ടിപ്പുകൾ എത്ര കാലം കഴിഞ്ഞാലും
ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? അത് നമ്മളുടെ ഈ ആർത്തി കൊണ്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കളൊരു സീരിയൽ തിരക്കഥാകൃത്തായിരുന്നു, അമേരിക്കൻ ഡ്രീംസ് പോലെയുള്ള സീരിയലുകൾ, അവാർഡ് ഉൾപ്പെടെ നേടിയ സീരിയലുകൾ. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ടെലിവിഷൻ മേഖലയും ഒരുപാട് പിന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. സീരിയലുകളെ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെടുമ്പോൾ നിയമം നിർമ്മിക്കണമെന്നുള്ള ആവശ്യം പോലും നിയമസഭയിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായി. പുതിയ കാലത്തെ ഈ വർത്തമാനകാല ടെലിവിഷൻ രംഗത്തെ എങ്ങനെയാണ് താങ്കൾ? ഞാൻ വളരെ നിരാശയോടെയാണ് കാണുന്നത്. കാരണം എൻ്റെ ഒരു അപ്ബ്രിങ്ങിങ് എന്ന് പറയുന്നത്, ഞാൻ കണ്ടിട്ടുള്ളത് വളരെ ക്വാളിറ്റിയുള്ള ടെലിവിഷൻ കണ്ടിട്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്. വളരെ ക്വാളിറ്റിയുള്ള പ്രോഗ്രാംസ്, ഡിസ്കവറി ഓഫ് ഇന്ത്യ പോലെയുള്ളതും നുക്കഡ് പോലെയുള്ള ഒരുപാട് സീരിയൽസ് കണ്ടിട്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ എൻ്റെ മക്കൾ ഒരു ടി വി വെച്ചാൽ അൺഫോർച്ചുനേറ്റ്ലി കാണുന്നത് വളരെ വളരെ നമുക്ക് ചിന്തിക്കാൻ പോലും. ഞാൻ ഒരു ദിവസം ഒരു ടി വിയിൽ ഞാനൊരു എപ്പിസോഡ് കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു അച്ഛൻ സ്വന്തം മകളെ കൊല്ലാൻ ശ്രമിക്കുന്നു, സ്വന്തം മകളെ. ആ ശ്രമം പരാജയപ്പെടുന്നു. അതിൻ്റെ വിഷമമാണ് ഒരു എപ്പിസോഡ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത് എങ്ങനെ ഒരാൾ കൺസീവ് ചെയ്യുന്നു, എങ്ങനെ അത് ഷൂട്ട് ചെയ്യപ്പെടുന്നു. വളരെ പോപ്പുലറായിട്ടുള്ള ഒരു സീരിയലാണെന്നാണ് പറയപ്പെടുന്നത്. വളരെ നിരാശയാണുള്ളത്. അത് ടെലിവിഷൻ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മീഡിയമാണ്. ഞാൻ ടെലിവിഷനിലുള്ള അതിൽ ഡിസിഷൻ എടുക്കാൻ കേപ്പബിളായിട്ടുള്ള സുഹൃത്തുക്കളെ കാണുമ്പോൾ നിരന്തരമായിട്ട് പറയുന്നതാണ്, നിങ്ങൾ ആഴ്ചയിൽ 23 മണിക്കൂറും, ഒരു ദിവസത്തിലെ പ്രോഗ്രാമിങ്ങിൽ 23 മണിക്കൂറും നിങ്ങൾ കമേഴ്ഷ്യൽ സാധനങ്ങൾ വെച്ചോളൂ. പക്ഷേ 1 മണിക്കൂറെങ്കിലും നമ്മളുടെ സാഹിത്യമോ അതുപോലെയുള്ള വർക്കുകൾക്ക് ഒരു പ്രാമുഖ്യം കൊടുത്താൽ അതൊക്കെ ചെയ്യാൻ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അവസാനമായി ഒരു ചോദ്യം കൂടി. താങ്കൾ നിരന്തരം സിനിമ എടുത്തുകൊണ്ടേയിരിക്കുകയാണല്ലോ. ഒരു സിനിമ എടുക്കുന്നതിന് മുൻപിലുള്ള ആദ്യത്തെ കാര്യം ഇതിൻ്റെ കമേഴ്ഷ്യൽ വയബിലിറ്റി ആണോ, അതോ ഇപ്പോൾ പറഞ്ഞത് മാതിരി എന്തെങ്കിലും എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകരോട് പറയുക എന്നുള്ളതാണ്? ആദ്യത്തെയും അവസാനത്തെയും കാര്യം, ഇപ്പോൾ ഈ സിനിമ സ്ക്രീനിൽ വന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ആ ആഗ്രഹം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു കഥ സെലക്ട് ചെയ്യുന്ന സമയം മുതൽ അത് സ്ക്രീനിലെത്തുന്ന സമയം വരെ എനിക്ക് തോന്നുന്നു ഏതാണ്ട് എല്ലാ ഫിലിം മേക്കേഴ്സും കടന്നു പോകുന്നത് ഒരു 4-5 മൈനർ ഹാർട്ട് അറ്റാക്കിൽ കൂടിയായിരിക്കും കടന്നു പോകുന്നത്. അത് യാഥാർത്ഥ്യമാണ്, പല പല കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ ഇതിലൂടെ കടന്നു പോകാൻ, ആ യാത്രയിലൂടെ കടന്നു പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അതിൻ്റെ അവസാനമുള്ള ഒരുപാട് വലിയ പണമോ അതിന് കിട്ടുന്ന പ്രശസ്തിയേക്കാളൊക്കെ ഉപരി ഇത് അവിടെ ഉണ്ട്. ഇതുണ്ടായി ഒരു സ്ക്രീനിൽ തെളിഞ്ഞ് കാണാനുള്ള അമിതമായിട്ടുള്ള ആഗ്രഹമാണ്. ആ സിനിമ ഒരു വർക്കായിട്ട് നിലനിൽക്കുമല്ലോ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് ടി വി എന്ന് പറയുന്നത് നമുക്കൊരു ന്യൂസ് പേപ്പർ പോലെയാണെങ്കിൽ എ ഗുഡ് ഫിലിം ഈസ് ലൈക്ക് എ ബുക്ക്. അതെന്നും അവിടെയുണ്ട്. ഏതെങ്കിലും പഴയ എഡീഷനായിട്ടെങ്കിലും ആരുടെയെങ്കിലും കയ്യിലുണ്ടാവും. എന്നും അത് റെഫറൻസാണ്. യു ക്യാൻ ഓൾവേസ് ലുക്ക് ബാക്ക് ടു ഇറ്റ്. അപ്പം അങ്ങനെയുള്ളൊരു സാധനം നമ്മൾ ഇതിപ്പോൾ എനിക്ക് ഇതിനായിട്ടും വലിയൊരു സാധനമില്ല ലൈഫിൽ. ഇതെനിക്ക് സ്ക്രീനിൽ കാണണം, ഇത് എനിക്ക് പറയാനുള്ള കഥയായിട്ട് പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കണം എന്നുള്ള ആഗ്രഹമാണ് ഓരോ സിനിമയുടെയും പിറവിക്ക് പിന്നിൽ. മികച്ച സിനിമകൾ ഉണ്ടാക്കാൻ ഇനിയും താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി ശ്രീ രഞ്ജിത്ത്. വളരെ സന്തോഷം. താങ്ക് യു. മീറ്റ് ദ എഡിറ്റേഴ്സിൽ അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി. നന്ദി.